സാറേ ഇതോടെ പരിപാടി. നല്ല വ്യൂ. അതാ ഞാൻ വ്യൂ കൊണ്ട് നോക്കിയെന്ന് പോയതാ. നല്ല കാറ്റുണ്ടല്ലോ പതിവില്ലാതെ. അടിപൊളി കാറ്റുണ്ട്. നല്ല അടിച്ചപ്പോഴേക്കും സംശയം, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ നമ്മൾ സേഫ്റ്റി പഠിപ്പിക്കുന്നില്ലേ, അപ്പോൾ അത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗൾഫ് GCC കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഇവിടെ ഷോർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ നല്ല കാറ്റായിരുന്നു. അപ്പം നിങ്ങളുടെ ഈ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് അറ്റ് ഹൈറ്റ് അങ്ങനത്തെ ഉള്ളതൊക്കെ എങ്ങനെ ശരിയായിട്ട് ചെയ്യാൻ പറ്റും? അതിനെന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് മാനദണ്ഡങ്ങളുണ്ടോ? ആക്ച്വലി അത് നല്ലൊരു ചോദ്യം. ഈ വിൻഡ് സ്പീഡ് കൂടുന്നതനുസരിച്ച് അഫ്കോഴ്സ് നമ്മുടെ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസിനെ എപ്പോഴും അത് ബാധിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ ക്രെയിനൊക്കെ എന്തെങ്കിലും ബുക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ റോപ്പിൽ തൂങ്ങിക്കുന്ന സമയത്ത് നല്ല കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്നാടും, പിന്നെ അത് മറ്റെന്തെങ്കിലും ആക്സിഡൻ്റായി മാറും. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിൻഡ് സ്പീഡ് അളക്കാനായിട്ട് നമുക്ക് ആൻമോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഡയറക്ഷൻ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വിൻ സോക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ആൻമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വിൻ സ്പീഡ് അതിനകത്ത് ഈ നോട്ട്സിൻ്റെ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ 70 നോട്ട്സ്, ഇനി അത് കിലോമീറ്റേഴ്സ് പെർ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 31 കിലോമീറ്റേഴ്സ് പെർ അവർ റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്കത് ആ ഒരു മൊമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് അവിടെ ഓൺ ദി സ്പോട്ട് നിർത്തിയേ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് ഇനിയിപ്പം എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു അയൺ റോപ്പിലാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളിപ്പോ നിൽക്കുന്നത് എനിക്ക് 6ാമത്തെ നിലയുടെ മുകളിലാണ്. 6ാമത്തെ. അപ്പൊ നമുക്കേ നമ്മുടെ എക്യുപ്മെന്റ്സ് എടുത്ത് നമുക്ക് ഇവിടെ ഇപ്പം എന്തുമാത്രം കാറ്റുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ ഇതാണ് നമ്മുടെ അനിമോമീറ്റർ. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടു കാണും, ചെറുതായിട്ട് തന്നെ ഒന്ന് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോട്ട്സ് നമുക്ക് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് വിൻഡ് സ്പീഡ് 17 നോട്ട്സ് എപ്പോൾ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ഓഫ് അല്ലെങ്കിൽ കോൾ ഓഫ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കിലോമീറ്റർ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് 31 കിലോമീറ്റേഴ്സ് പെർ അവർ റേഞ്ച്. ഇപ്പോൾ അറൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കുമല്ലോ ആ ചെറിയൊരു കാറ്റ് തന്നെ എത്ര അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് ഡിനോട്ട് ചെയ്ത് കാണിക്കുക വിൻഡ് സ്പീഡൊക്കെ. സെറ്റല്ലേ?